അഖിൽമാരാൻ്റെ ന്യൂസാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് പുള്ളിക്കാരനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് അറിഞ്ഞതും അഖിൽമാരാർ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളൊരു കാര്യമാണ്. ഫോൺ പോലും സ്വിച്ച് ഓഫ് ആണ്. പോലീസ് പുള്ളിക്കാരനെ തേടി നടക്കുകയാണ്. ഇതിന് മുമ്പുണ്ടെങ്കിൽ പുള്ളിക്കാരനിട്ട ഒരു വീഡിയോയിലാണ് രാജ്യത്തിനെതിരെ അതുപോലെ തന്നെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നമായി. അതിനുശേഷം പുള്ളിക്കാരനെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ആൾക്കാർ വളച്ചൊടിക്കുകയാണ്, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരാർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വന്ന സമയത്ത് ആൾക്കാരെല്ലാം ഫുള്ളായിട്ട് അഖിൽമാരാറിനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അഖിൽമാരാറിനെതിരെ കേസ് കൊടുക്കുന്നത്. കൊട്ടാരക്കരയിലാണ് കേസ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് അന്വേഷണം എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ അഖിൽമാരാരുടെ കാര്യം മാത്രമല്ല, ഇവിടെ റിയാസ് സലീമിൻ്റെ കാര്യമുണ്ട്. റിയാസ് സലീം ഇതേ കണക്കുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രാജ്യത്തിനെതിരെ തന്നെ എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു സ്റ്റോറിയിൽ ഇല്ലാത്ത ഫേക്കായിട്ടുള്ള ന്യൂസ് എടുത്തു വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തിനെതിരായിരുന്നു സംസാരിച്ചിട്ടുണ്ട്. അതിനൊരു സ്ത്രീ റിയാസ് സലീം എന്നിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അഖിൽമാരാറിന് ഈ ഒരു കേസ് അപ്ഡേറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാറിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റിയാസ് സലീമിന് അതേ കണക്ക് രീതിയിൽ തന്നെ കേസ് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ അതേ കണക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അഖിൽമാരാറിന് എന്താണ് ശിക്ഷ കൊടുക്കുന്നത് അതേ കണക്ക് തന്നെ റിയാസ് സലീമിനും ഒക്കെ കൊടുക്കണം. കാരണം അമ്മാതിരി രീതിയിലായിരുന്നു സ്റ്റോറി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഫേക്കായിട്ടുള്ള ന്യൂസ് എടുത്തു വെച്ചായിരുന്നു സംസാരം. അത് മെയിനായിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ നടത്തിയ അറ്റാക്കിൽ അവിടുത്തെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേയധികം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പായസം തന്നെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫേക്കായിട്ടുള്ളത്. അത് എടുത്തു വെച്ച് സ്റ്റോറി ഇട്ടിട്ട് ഷെയിം ഓൺ ദ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ അവസാനം തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്റ്റോറി മുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സോറി ഒന്നും തന്നെ ചോദിക്കാതെ അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റായുള്ള രീതിയിൽ ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അറിയാത്ത കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്, സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ സംസാരിക്കുന്ന ഇവരെ പോലുള്ളവർക്കൊക്കെ കേസ് കൊടുക്കണം. അത് അഖിൽമാരാൻ്റെ കാര്യമാണെങ്കിൽ റിയാസ് സലീമിൻ്റെ കാര്യമാണോ, ഒരു വിട്ടുവീഴ്ചയും ഒന്നും തന്നെ ചെയ്യരുത്. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഇതേ കണക്ക് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വ്യക്തി കേരളത്തിൽ എന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഇതേ കണക്ക് പായസാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് പുള്ളിക്കാരനെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽമാരാൻ്റെ കാര്യം ഒളിവിലാണെങ്കിലും കറക്റ്റായിട്ടുള്ള രീതിയിൽ കേസ് എടുക്കണം. അതുപോലെ തന്നെ റിയാസ് സലീമിനെതിരെയും കേസ് എടുക്കണമെന്നാണ് വേറെ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് കണക്ക് സംസാരിച്ചിട്ടുണ്ട്, ഏതൊരു സിനിമാ നടിയൊക്കെ. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ ചിന്താഗതി ഏത് രീതിയിലാണ് പോകുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തേയില്ല. സോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ പലരുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. സോ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓക്കെ, ബൈ.